ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്കൊരു 1:30-2 മണി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പവും കടലക്കറിയാണ്. ഞാൻ പാൻ വെച്ചേക്കുന്നത് ഇങ്ങനൊരു ചെരിവുണ്ട്, ഞാനത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കണേ. വീഡിയോ എടുക്കുന്ന ടൈമിലൊന്നും അത് ഞാൻ കണ്ടില്ല കേട്ടോ. അതുപോലെ ഇത് സംഭവം അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാനത് കണ്ടില്ലായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ കടലക്കറിക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെറുതെ ഉപ്പ് മാത്രം ഇട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തലേദിവസം വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അത് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി സ്നാക്സായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി കുതിർക്കാനിടുകയാണ് രാവിലെ തന്നെ. ഇപ്പോൾ സമയം ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പം ഞാനതവിടെ മൂടി വെച്ചിട്ട് നല്ലവണ്ണം കഴുകി അരി അവിടെ മൂടി വെച്ച്. അപ്പം ഞാൻ നമ്മുടെ കടലക്കറി വെക്കാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ. ബിയക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്, അവൾക്ക് എന്തോ പഠിക്കാനുണ്ട്. അപ്പോൾ അവൾ രാവിലെ തന്നെ എഴുന്നേറ്റു. കടലക്കറി ഒരു സൈഡ് ആവുന്നുണ്ട്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ബീൻസ് അരിഞ്ഞായിരുന്നു കേട്ടോ. ബീൻസ് അരിഞ്ഞു, പിന്നെ ബീൻസിലേക്ക് ഇടാനുള്ള സവാളയും അരിഞ്ഞു, അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി. കുറേ പാത്രങ്ങളും ഇതൊക്കെ കഴുകാനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അലക്കാനിട്ടിട്ടുണ്ടായി. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ പണി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത് ആ ലിസ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ കബോർഡാണ് ഡീക്ലട്ടറിങ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേട്ടോ. പിന്നെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ട് കുറച്ച് നേരം ഞാൻ അടിച്ചു വരലും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 1/2 കിലോ ശർക്കര നമ്മളിവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നല്ലോ 2 കപ്പ് ചായ കുടിക്കണ ഗ്ലാസ്സില്ലേ, അതിന് 2 കപ്പ്. അപ്പോൾ ഇച്ചിരി നെയ്ക്ക് അങ്ങനെ അളവൊന്നും എടുത്തില്ല കേട്ടോ. ഒരു ദേഷ്യം വെച്ച് അങ്ങ് ഇട്ടു. പിന്നെ ഞാൻ 1/2 കപ്പ് അളവിൽ 1/2 ഗ്ലാസ് അളവിൽ നമ്മുടെ തേങ്ങയാണ് കേട്ടോ ചിരണ്ടി എടുത്തത്. അതൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അത് ഇച്ചിരിയും കൂടി നല്ല രീതിക്ക് ചുമക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ നല്ല രീതിക്ക് ചുമപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് അരിയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരയ്ക്കാനെടുക്കണതെന്ന് വെച്ചാൽ 2 കപ്പ് നമ്മുടെ പച്ചരിയാണ് കുതിർത്ത് വെച്ചേക്കണത്. അത് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു അരമുറിന്ന് 1/2 പീസ് നമ്മുടെ റോബസ്റ്റ് പഴം, അതുപോലെ തന്നെ 1 കപ്പ് ചോറ് കേട്ടോ. എന്തോരമാണ് അരി എടുക്കണം അതിൻ്റെ പകുതി ചോറ്, അത്രയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി തേങ്ങ ചിരണ്ടി ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി അവിടെ ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഒന്ന് നെയ്യിൽ വഴറ്റിയില്ല, അതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിൽ ഒരു കഷ്ണം ശർക്കര അങ്ങോട്ട് അലുക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സാരമില്ല, അതവിടെ ഇരുന്ന് നമുക്ക് പിന്നെ ഉരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാനെടുത്ത് നമ്മുടെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിന് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം കേട്ടോ. എൻ്റെ കുഞ്ഞ് ജാറാണ്, മിക്സിയുടെ വലിയ ജാറൊക്കെ പോയി. അപ്പം കുഞ്ഞ് ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ കുറേശ്ശെയായിട്ടാണ് അരച്ചെടുക്കണേ. നമ്മുടെ പച്ചരി, അതുപോലെ തന്നെ തേങ്ങ, അതുപോലെ തന്നെ ചോറ് എല്ലാം കൂടിയാണ് നമ്മുടെ ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കണത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിപ്പം ബേക്കിംഗ് സോഡയൊന്നും ചേർക്കണില്ല. അതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ടും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ അരിയെല്ലാം അരച്ചു. അരിയും നമ്മുടെ തേങ്ങയും ചോറും അതുപോലെ തന്നെ പഴവും എല്ലാം കൂടി അരച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി മധുരം നോക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ശർക്കരപ്പാനിയും കൂടെ ചേർത്തു. പിന്നെ നമുക്കൊന്ന് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പ് നീരും കൂടെ ചേർത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴപ്പമില്ല കേട്ടോ, ഇത് പാകമാണ്. പിന്നെ ഇച്ചിരിയും കൂടി കട്ടിക്കിരിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി എണ്ണ വലിക്കുന്നുണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിത് പരീക്ഷണമാണ് കേട്ടോ. ഞാൻ കുറച്ച് സമയം വെച്ചിട്ടൊക്കെയാണ് സാധാരണ ചുടാറ്, ഉണ്ണിയപ്പം ചുട്ടെടുക്കാറ്. അപ്പോൾ ഉപ്പ് നീരും കൂടി ചേർത്തിട്ട് നമ്മളങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പ് വെച്ച് ഡയറക്റ്റായിട്ട് അങ്ങ് ചുട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം അങ്ങനെ ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1-2 എണ്ണം സാമ്പിൾ നോക്കിയിട്ടാണ് ഞാൻ അടുത്തത് ചുടാൻ പോയത്. കാരണം എന്താ വെച്ചാൽ ഇതിനി
ഈ നന്നായിട്ട് പൊങ്ങി വന്നില്ലെങ്കിൽ പണി പാളില്ലേ. അപ്പോൾ രണ്ടെണ്ണം എടുത്ത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ളത് ചുട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെച്ചിരുന്ന ചെയ്യുന്ന അതിൻ്റെയൊക്കെ തന്നെ ഏകദേശം ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് അധികം വെച്ചേക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പഴമൊക്കെ ചേർത്തതല്ലേ. പഴം ചേർത്ത് ഉണ്ണിയപ്പം സാധാരണ അങ്ങനെ അധികം വെച്ചേക്കില്ല. ചിലപ്പോൾ ഞാൻ ഇത് ഈ അരിപ്പൊടിയും കൊണ്ട് തന്നെ കുറച്ച് മൈദയും കൂടെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് നമുക്കുണ്ടാവും. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്താലേ അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ടോക്സിക് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ തന്നെ ഈ ഫോൺ എടുത്തിട്ട് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫോൺ എടുത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ കറങ്ങി യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെ വഴി അങ്ങ് കറങ്ങിപ്പോവും. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഒരു ഫോട്ടോ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ നല്ല നല്ല ഫോട്ടോസ്. അപ്പോൾ എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളാണല്ലോ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്കിങ്ങനെയൊന്നും ആകാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെ നമുക്കൊരു വിഷമം തോന്നും. അപ്പോൾ അത് തന്നെയാണോ നമ്മുടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്ത് നമ്മളതിനെ ഇരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതൊരു ടോക്സിക് ഹാബിറ്റ് തന്നെയാണ്, ഈ രാവിലെ തന്നെ ഫോൺ എടുത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് നമ്മൾ ടൈം വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്കും ഒരു ടൈം വേണം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കും, മെൻ്റൽ ഹെൽത്തിനെയും നമ്മൾക്ക് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ഒരു ടോക്സിക് ഹാബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉണ്ണിയപ്പം അതിനിടയ്ക്ക് കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി, ഞാൻ പറഞ്ഞില്ല 2 ഉണ്ടാക്കി ഞാൻ കഴിച്ച് നോക്കി കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ബാക്കിയുള്ളത് ചൂടാൻ തുടങ്ങിയത്. അപ്പോൾ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ വിശ്വസിക്കുന്നില്ല. അതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഒരു ടോക്സിക് ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ നന്നാവില്ല, നമ്മളെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യമില്ലേ, അത് ഒരു ടോക്സിക് ഹാബിറ്റ് തന്നെയാണ്. അതൊരു നല്ല ശീലമല്ല, നമ്മൾ മാറ്റിയെടുക്കേണ്ട ശീലം തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ അത് നമുക്കും കഴിയും. നമ്മളൊരിക്കലും മറ്റുള്ളവരെക്കാളും പിന്നിലല്ലല്ലോ. നമ്മളെപ്പോലെ വേറെ ആരുമില്ല ഈ ലോകത്ത്. നമ്മൾ റെയർ പീസാണ്, നമ്മൾ ഒരാളേ ഉള്ളൂ നമ്മളെപ്പോലെ മാത്രം. അപ്പോൾ സംഗതി നമുക്ക് കഴിയണ കാര്യം വേറൊരാൾക്കും കഴിയില്ല. നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, ആ കാര്യം നമുക്കല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ, അത് അതിൽ തന്നെ നമ്മൾ സ്റ്റക്കായി നിൽക്കരുത്. അതായത് നമുക്കിപ്പം നമ്മുടെ സാഹചര്യം മാറ്റാൻ പറ്റുമോ, മാറ്റാൻ പറ്റുന്ന പല സാഹചര്യങ്ങളുണ്ട്, പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പം കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് എന്നാലും എനിക്കങ്ങനെ സംഭവിച്ചല്ലോ, അത് എനിക്ക് അങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പം ഈ ഗതി വന്നത്, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ആ തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഈ ഗതി വന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കില്ലേ. അത് നമുക്ക് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് പോയി, അതിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട കാര്യമില്ല, നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് വേഗം തുടയ്ക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ നമ്മുടെ തിളച്ച എണ്ണയാണല്ലോ, വെറുതെ പോയിട്ട് അങ്ങോട്ട് പണി മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ വേഗം ഒന്ന് പറ്റുന്നതോടെ മാത്രം ഒന്ന് തുടച്ചെടുത്തു. ഇനി ഇവിടെ പാനൊക്കെ ഇറക്കി വെച്ചിട്ട്, ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെയുള്ളൊരു സ്വഭാവമാണ് നമുക്ക് മറ്റുള്ളവരെ നമ്മളുമായിട്ട് താരതമ്യം ചെയ്യാന്നുള്ളത്. നമ്മളെക്കാളും നേട്ടങ്ങൾ കൈവരിച്ചവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതത്തിൽ നിൽക്കുന്ന ആൾക്കാരോ അങ്ങനെയുള്ളവരെയായിട്ട് നമ്മളെ തന്നെ താരതമ്യം ചെയ്യും. അവർക്ക് അങ്ങനെ ആവാൻ പറ്റി, എനിക്കങ്ങനെ ആവാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം, അത് നമ്മൾ വിട്ട് കളയേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മളോട് തന്നെ ക്ഷമിക്കണം. നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ ഒരുമാതിരി ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളിങ്ങനെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അവരെയൊക്കെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. അവരെന്തെങ്കിലും പറയാൻ വരികയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് പറയാം, ഞാനിപ്പോൾ വരാം കേട്ടോ, എനിക്കിപ്പോൾ ടൈമില്ല, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവായി പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോക്സിക് ഹാബിറ്റ്സ് നമ്മൾ ഒഴിവാക്കേണ്ടത്.
അപ്പോൾ ഇതെന്നാ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഡീക്ലട്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കബോർഡ് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. കബോർഡ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ ഐറ്റംസ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ബോക്സസ് കേട്ടോ. ഇത് ബിയോണുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിൽ ഞാൻ പെറുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ബോക്സുകളാണ്. എന്തെങ്കിലും ആവശ്യം വരുമെന്നും പറഞ്ഞ് പെറുക്കിക്കൊണ്ട് വന്നാൽ കേട്ടോ. 1-2 പ്രാവശ്യം ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല ഇപ്പം. അപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ കബോർഡ് നിറയെ ഇതുപോലത്തെ ബോക്സസ് ആയിട്ടോ. അന്ന് ഏകദേശം എനിക്ക് 10-30 എണ്ണം കിട്ടിയിട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ. അപ്പം ചില ആൾക്കാർ എന്നെ പോലെ ഉണ്ടാവില്ലേ, കണ്ണി കാണുന്നത് എല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് ഇവിടെ വയ്ക്കും. അപ്പം അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ എൻ്റെ വീടിനെ അങ്ങോട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് പതുക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് കുറേശ്ശെ സാധനങ്ങൾ ഒഴിവാക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ കുറേ തുണികളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, നമ്മുടെ ഷെൽഫിൽ അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ തട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ തിരിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാനങ്ങോട്ട് ഒതുക്കി വെക്കാണ് കേട്ടോ ചെയ്യണത് പാത്രങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പാത്രങ്ങൾ ഒക്കെ ഇങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ നിരക്കും. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഹാൻഡി ആയിട്ട് വേണ്ടതാണ്. ഇത് പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നതില്ലേ, അതൊക്കെ ഇവിടെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തപ്പോഴത്തേന് എല്ലായിടത്തും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ 1-2 നമ്മുടെ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡോ വല്ലതും മേടിക്കണമെന്നുണ്ട് കേട്ടോ. ദൈവം സഹായിച്ചാൽ ഇനി വരും ദിവസങ്ങളിൽ മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ഡീക്ലട്ടറിങ് അല്ലല്ലോ, ഡീപ്പ് ക്ലീനിങ് സ്കെഡ്യൂൾ വരണത് ഈ ഒരു ഷെൽഫ് ക്ലീനിങ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ടൈം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ജോലികളൊക്കെ വേഗം അങ്ങോട്ട് തീർക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ടൈം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ കിച്ചൻ്റെ പരിപാടികളും അതുപോലെ എൻ്റെ അലക്ക്, അടിച്ചുവാരൽ, ഒതുക്കൽ, ക്വിക്ക് ക്ലീനിങ് അതൊക്കെ എൻ്റെ 9:30 ഒക്കെ ആയപ്പോഴത്തേനും കഴിഞ്ഞു കേട്ടോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ നേരത്തെ എഴുന്നേറ്റു. അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ 5 മണിക്കൊക്കെ എഴുന്നേൽക്കണേ. കാരണം ആ ഒരു ട്രാക്കിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വിട്ടു പോയേക്കായിരുന്നു. ഇപ്പം ഞാൻ ആ ഒരു ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഞാൻ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് എൻ്റെ പണികളൊക്കെ തീർക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിചാരം. കാരണം 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മുടെ പണികളൊക്കെ തീർന്ന് കിട്ടണ ഒരു ഇതെന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ആ ഒരു റുട്ടീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 4 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് ആകുമ്പോഴേക്കും എൻ്റെ പണിയൊക്കെ തീർത്ത് പിള്ളേരെ എഴുന്നേൽപ്പിക്കാൻ നേരത്ത് ഞാൻ ഫ്രീ ആവണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ മാക്സിമം ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളൊന്നും പറ്റാറൊന്നുമില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ മടിയൊക്കെ വരും. പിന്നെ മടി വന്ന് അങ്ങനെ കിടക്കാറില്ല. ചിലപ്പോൾ വയ്യാണ്ടൊക്കെ വരും കേട്ടോ, കിടക്കാനായിട്ട് തോന്നും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ശരിക്കും ശ്വാസം മുട്ടും. അത് തന്നെയല്ല, നമുക്ക് ക്ലീൻ ചെയ്യാനും കുറേയധികം ബുദ്ധിമുട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് പഠിച്ചതാണ്. എന്താ പറയുക, 6 മാസം നമ്മൾ യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ കളയണം എന്നുള്ളത്. അതിപ്പോൾ ഡ്രസ്സായാലും ശരി തന്നെ, പാത്രങ്ങളായാലും ശരി തന്നെ, കവറുകളാണെങ്കിലും ശരി തന്നെ, എന്ത് സാധനമായാലും 6 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തുണികൾ നമ്മൾ കളയുന്നതൊക്കെ ചിന്തിച്ചിട്ട് കളയണം. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസും കണ്ണി കാണുന്ന ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരും. എനിക്ക് എന്നാ വെച്ചാൽ ക്രാഫ്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം കേട്ടോ. പക്ഷേ ഇതുവരെ എനിക്ക് ടൈം കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യലൊക്കെ അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണുണ്ട്. കുറേയധികം സാധനങ്ങൾ. പിന്നെ ക്രാഫ്റ്റ് ചെയ്താലും കാര്യമൊന്നുമില്ല, നമുക്കിവിടെ വെക്കാനൊന്നും സ്ഥലമില്ലല്ലോ, ഷോക്കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്താലും പൊടി പിടിച്ചതങ്ങനെ പോവും. അത് കാരണം ഞാൻ പിന്നെ അതിനും മുതിരണില്ല കേട്ടോ. അപ്പോൾ ഈ കബോർഡ് 1 എന്ന് പറയുന്നതാണ് ഞാനിന്ന് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നെങ്കിലും ഞാൻ നോക്കുമ്പോഴത്തേന് കണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ എല്ലാ ഷെൽഫിൻ്റെ അടിയിലും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണ ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ എടുത്ത് വെക്കണത്. പക്ഷേ ഒരാവശ്യവും ഇതിന് വരാറില്ല. ഏകദേശം 1 വർഷത്തോളമായി ഞാനിത് ഈ കുപ്പികളും ഈ പ്ലാസ്റ്റിക് പാട്ടകളും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിനപ്പുറത്ത് ഞാനൊരു ചപ്പാത്തി പ്രസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ചപ്പാത്തി പ്രസ് എനിക്ക് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് സെറ്റായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. ഞാൻ ഒരിക്കൽ പോലും എടുത്തിട്ടില്ല എന്നാണ് സത്യത്തിൽ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് മൊത്തം തുരുമ്പ് കയറി ഒരു പരുവായി. ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അതും വേണ്ട, കാരണം അത് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ എടുക്കാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. തന്നെയല്ല, അത് ചിലപ്പോൾ അതിൽ നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇരുമ്പിൻ്റെ അംശം ചിലപ്പോൾ നമ്മുടെ ശരീരത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല കേട്ടോ, അത് എടുത്തില്ല, അത് കളയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത് വേണോ വേണ്ടേ, ഓർഗനൈസർ ആക്കിയാലോ, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്താലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരണ്ട് കേട്ടോ മനസ്സിൽ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഞാൻ ക്ലീനിങ് അങ്ങ് ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വീടിനെ ഒന്ന് ഒതുക്കത്തിലും ഒക്കെ കൊണ്ടുപോകാനും ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പവും ഒക്കെ ആണെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായാലാണ് നല്ലത്. പിന്നെ നമ്മൾ ലേഡീസിനുള്ള ടോക്സിക് ആയിട്ടുള്ള, അത് ടോക്സിക് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ മാറ്റേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കില്ല. നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കില്ല, നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. നമുക്കൊരു ചെറിയ വേദന വന്നാലോ അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നാലോ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ ഒന്നും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴാണ് നമ്മളറിയുക നമുക്കിങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിൽ കൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം നമ്മളിങ്ങനെ റൂമിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും സംസാരിക്കാനില്ല കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മെൻ്റലി നമ്മൾ ഡിപ്രസ്ഡ് ആവും, മെൻ്റലി നമ്മൾ ഡൗൺ ആവാൻ തുടങ്ങും. അപ്പം നമ്മൾ അങ്ങോട്ട് സന്തോഷങ്ങൾ തേടി പോവുക, തേടി കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മാറ്റേണ്ട ഒരു ശീലം എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് വെള്ളം കുടിക്കില്ല, നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങില്ല. ഉറക്കം നമ്മുടെ ശരിയായില്ലെങ്കിൽ നമുക്ക് പല പല ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പം നമുക്കിതൊക്കെ അറിയാം, പക്ഷേ നമ്മളെന്താ ചെയ്യുക, നമ്മളതൊക്കെ മനഃപൂർവ്വം അങ്ങോട്ട് അവോയ്ഡ് ചെയ്യൂലേ. നമ്മളെ തന്നെ അങ്ങോട്ട് മറന്നിട്ട് ജീവിക്കുകയാണ്. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ. അവരും അതുപോലെ തന്നെയാണ്, ഹസ്ബൻഡുമാരും അതുപോലെ തന്നെയാണ്, കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കും. പക്ഷേ നമ്മുടെ ആ ഒരു ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു തിരിഞ്ഞു നോക്കുമ്പം, കുറേ നാളുകൾക്ക് ശേഷം നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കില്ല. അതൊരു ടോക്സിക് സ്വഭാവമാണ് അല്ലേ. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ എന്താണ് നമുക്ക് പ്രശ്നം? അതിനുള്ളൊരു ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ജോലിക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണവരായാലും എന്തായാലും, കുഞ്ഞു മക്കളുള്ളവരാണെങ്കിൽ പിന്നെ അവർക്ക് എപ്പോഴും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പരിധിവരെ നമ്മളൊരു 10 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിറച്ചും പൊടിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഞാൻ ആ ചപ്പാത്തി പ്രസ് ഒന്നെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ എല്ലായിടും ഒന്ന് ഇതാണല്ലോ നമ്മുടെ ആയുധം. ഏതാണ്? നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ്. ഇത് തന്നെയാണ് നമ്മുടെ ആയുധം കേട്ടോ. എവിടെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയാലും ഈ ഒരു പെയിൻറ്റിങ് ബ്രഷ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആയുധം എന്ന് പറയുന്നത് കേട്ടോ, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ കൂടുതലും കംഫർട്ടബിൾ എനിക്ക് ഇത് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് വെച്ചിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരുപാട് ടൈം എടുത്തു. 2 മണിയായിട്ടോ. ഏകദേശം 11 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി. ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ ഈ ഒരു ക്ലീനിങ്ങിന് നിന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞുല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊന്നുമില്ല. കുക്കിങ്ങൊന്നും അങ്ങനെ ബാലൻസ് ഇരിപ്പില്ല. അതുപോലെ അലക്കലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഷൻ ഇല്ലാണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇതിന് നിന്നത്. നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുക്കിങ്ങും പരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ട് അതൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതേ ഒരു പഴയ കെറ്റിൽ, അതുപോലെ തന്നെ കുപ്പി, പാട്ട, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും എല്ലാം ചെയ്ത് ഒന്ന് നീറ്റാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ പറയണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, യോജിക്കണില്ലേ, എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ പറയണം കേട്ടോ. അപ്പം കമൻറ്റ് ബോക്സിൽ എല്ലാ വിശേഷങ്ങളും പറയാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.